ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ റൂമിൻ്റെ അകത്ത് ബെഡ്റൂമിൻ്റെ അകത്തൊക്കെ നമ്മൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സീലിംഗ് നമുക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം എക്സ്പെൻസ് വരാറുണ്ട്. അതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ വാർക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് എങ്ങനെ ലൈറ്റ് കൊടുക്കുക, എത്ര വാട്ട്സ് ഒക്കെ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചെറിയ അത്യാവശ്യം നല്ലൊരു മീഡിയം ലെവലിൽ വരുന്ന റൂമാണ്. ഈ റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മുകളിൽ കേട്ടോ സീലിങ്ങിൽ വാർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് മെയിൻ സ്ലാബ് വാർക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ജംഗ്ഷൻ ബോക്സുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ 6 എണ്ണമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലെയറിൽ 3 അങ്ങനെ ടോട്ടൽ 6 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6 എണ്ണം നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 വാട്ട്സിൻ്റെ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്യാരണ്ടിയുള്ള ടൈപ്പ് വരുന്നുണ്ട്, 6 വാട്ട്സിൻ്റെ ലൈറ്റുകൾ. ഇത് വാം വൈറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 6 ലൈറ്റ്സുകൾ കൊടുത്തിരിക്കുന്നു. ഈ 6 ലൈറ്റ്സുകളും അതിനുള്ള ജംഗ്ഷൻ കാര്യങ്ങൾ വാർക്കുന്ന സമയത്ത്, അതായത് സ്ലാബ് വാർക്കുന്ന സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കോൺക്രീറ്റ് സ്ലാബിൽ എങ്ങനെയാണ് ജംഗ്ഷൻ ബോക്സ് കൊടുക്കുന്നത്, LED ജംഗ്ഷൻ ബോക്സ് കൊടുക്കണം എങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ കാണുന്നതാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ജിപ്സം സീലിംഗ് വരുന്നത്. അപ്പോൾ ഈ ജിപ്സം സീലിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ലൈറ്റുകൾ കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് എക്സ്പെൻസും സീലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വരും. ഇതാവുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ വാർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ജംഗ്ഷൻ ബോക്സ് ഇടുക. അത് നമുക്ക് എത്ര ലൈറ്റുകൾ വേണമെന്ന് ആദ്യമേ ഒന്ന് തീരുമാനിക്കുക. മിനിമം ഒരു 4 എണ്ണമെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ നമ്മൾ 6 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വാം വൈറ്റ്സോ ലൈറ്റ്സോ അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റോ കൂടെ വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഏതുവേണമെങ്കിലും സെലക്ട് ചെയ്യാം. 3 കളറുകളാണ് മെയിനായിട്ട് വരുന്നത്. വൈറ്റ് കളർ വരുന്നുണ്ട്, പിന്നെ ന്യൂട്രൽ വൈറ്റ് വരുന്നുണ്ട്, പിന്നെ വാം വൈറ്റ്സ് വരുന്നത്. ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്നത്. ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടണമെങ്കിൽ വാം വൈറ്റ്സ് കൊടുക്കുക. ഇനി അതല്ല അത്യാവശ്യം നല്ല വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കൊടുക്കുക. ഇനി അതിൽ ന്യൂട്രൽ വൈറ്റ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു ഇന്റീരിയർ ലുക്കൊക്കെ കിട്ടാനായിട്ട് ന്യൂട്രൽ വൈറ്റും വാം വൈറ്റ്സും ആണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് കുറച്ചുകൂടി വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കളർ നമ്മുടെ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ റൂമിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ 6 വാട്ടിൻ്റെ 6 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 36 വാട്ട്സാണ് വരുന്നത്. ഇതെല്ലാം തന്നെ ഏകദേശം 2 വർഷം ഗ്യാരണ്ടി വരുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പിന്നെ വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റുകൾ കൊടുക്കുന്ന സ്വിച്ച് ബോർഡുകൾ അതിൻ്റെ ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ചോദിച്ചാൽ മതി. സീലിങ്ങിന് ഉപയോഗിക്കുന്ന LED ഉപയോഗിക്കുന്ന സീലിങ്ങിൻ്റെ ബോക്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് തരുന്നതാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെറ്റീരിയൽസ് ഹൈ ക്വാളിറ്റി ഉള്ളത് ടൈപ്പുണ്ട്, ഹൈ ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പുണ്ട്. ഹൈ ക്വാളിറ്റി ഉള്ളത് തന്നെ യൂസ് ചെയ്യണം. കാരണം വാർക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ബോക്സ് പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി PVCയിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബോക്സുകൾ ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന പൈപ്പുകളുടെ ഉള്ളിലെല്ലാം തന്നെ പരിക്കരും കോൺക്രീറ്റും കയറി ടൈറ്റായി പോകും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ രീതിയിലുള്ള വാൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ ഹൈ എക്സ്പെൻസീവ് ആണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഏകദേശം ഇതിൻ്റെ ഈ പറയുന്ന സീലിങ്ങിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഉപയോഗിക്കുന്ന ഒരു 10 വർഷമോ 15 വർഷമോ മാക്സിമം നമുക്ക് ആയുസ് ഉണ്ടാവുള്ളൂ. ചെറിയൊരു നനവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഡാമേജ് ആവാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പൊളിച്ച് ക്ലിയർ ചെയ്ത് പിന്നീട് പണിയേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ വാർക്കയിൽ ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട് എത്ര വർഷം ഉണ്ടോ അത്രയും വർഷം തന്നെ നമുക്കത് ലൈഫ് ലോങ് യൂസ് ചെയ്യാനും പറ്റും. ഇനി അതിലുള്ള വാട്ട്സുകൾ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞത് 6 വാട്ട്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 10 വാട്ട്സ് വരെ. പക്ഷേ റൂമിലുള്ളത് 10 വാട്ട്സ് കൊടുക്കാതിരിക്കുക, കാരണം വലിപ്പം കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇനി അതല്ല ചെറിയ ലൈറ്റുകളാണ് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബോക്സുകൾ, അതിൻ്റെ മുകളിൽ വാർക്കയിൽ വെക്കുന്ന ബോക്സുകൾ നമുക്ക് 3 വാട്ട് 1 വാട്ടിൻ്റെയൊക്കെ തന്നെ ഒറ്റ ബോക്സിൽ തന്നെ പല ടൈപ്പിൽ അതിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ നോക്കൗട്ട് കളഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ലോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെ, അതായത് അത്യാവശ്യം എക്സ്പെൻസ് വരാത്ത രീതിയിൽ നോർമൽ ലെവലിൽ സാധാരണക്കാരന് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് LED ലൈറ്റുകൾ നമ്മുടെ റൂമിൽ എങ്ങനെ കൊടുക്കാമെന്നും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.